നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 6155 ദിവസങ്ങൾക്ക് ശേഷം RCB അത് സാധിച്ചെടുത്തിരിക്കുന്നു. ചെപ്പോക്കിൽ CSK തോൽപ്പിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് 2008 IPL പ്രഥമ IPL മാത്രമാണ് ചെപ്പോക്കിൽ പോയി CSK തോൽപ്പിക്കാൻ RCBക്ക് കഴിഞ്ഞിരുന്നത്. എന്നാൽ ഈ വിജയത്തിന് മാധുര്യമേറെയാണ്. ചെപ്പോക്കിലെ CSKയുടെ ഏറ്റവും ഉയർന്ന തോൽവിയാണ് ഇപ്പോൾ RCB അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. 50 റൺസിൻ്റെ വമ്പൻ തോൽവി തന്നെ CSKക്ക് അങ്ങ് കൊടുത്തുവിട്ടു. എന്താണ് സംഭവിച്ചത്? വിശദമായിട്ട് കാര്യങ്ങൾ എടുത്ത് നോക്കേണ്ടതുണ്ട്. കാരണം സ്പിൻ കുഴി ഒരുക്കുന്നു എന്നാണല്ലോ CSKയെക്കുറിച്ച് എല്ലാവരും പറയാറുള്ളത്. ചെപ്പോക്കിലെ ആ സ്പിൻ പിച്ചിൽ എന്ത് സംഭവിച്ചു? രവീന്ദ്ര ജഡേജയും രവി അശ്വിനുമൊന്നും കോട്ട പൂർത്തിയാക്കുക പോലും ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താണ്? RCBയുടെ ഈ മാസ്മരിക വിജയം, അതും സ്പിൻ പിച്ചെന്ന് എല്ലാവരും വിളിച്ചെടുത്ത് അവരുടെ പേസ് ഡിയോ ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും നടത്തിയ മാസ്മരിക പേസ് ബൗളിംഗ് ക്ലിനിക്കൽ പെർഫോമൻസ്, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? CSKയുടെ മധ്യനിരയിൽ വേണ്ട വിധത്തിൽ കളി കൊണ്ടുപോകാൻ ആളില്ലേ? ഈ മധ്യനിരയും കൊണ്ട് CSK എത്ര ദൂരം മുന്നോട്ട് പോകും? ധോണി 9-ാമനായിട്ട് ഇറങ്ങിയാൽ മതിയോ? ഏത് ടീമിനുണ്ട് 9-ാമനായി ഇറങ്ങുന്ന വിക്കറ്റ് കീപ്പർ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ കളി ഉയർത്തുന്നുണ്ട്. നമ്മൾ അതിലേക്കാണ് വരുന്നത്. എല്ലായ്പ്പോഴും മത്സരങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ESPN, ക്രിക്കിൻഫോയും, ക്രിക്ബസും അതുപോലുള്ള മറ്റ് പ്രധാന പോർട്ടലുകളൊക്കെ റെഫർ ചെയ്ത് നമ്മുടെ അഭിപ്രായം കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോകളിൽ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കളിയുടെ രത്ന ചുരുക്കത്തിലേക്ക് ആദ്യം വന്നാൽ, എന്തൊരു വിജയമാണ് RCB നേടിയിരിക്കുന്നത്. ടോസ് ലഭിച്ച CSK ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഡ്യൂ ഉണ്ടാകും എന്നുള്ളതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം. എന്നാൽ ബംഗളൂരു CSK ഞെട്ടിച്ചുകൊണ്ടുള്ള ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത്. ഒരു 170-185 റൺസ് വന്നാൽ പോലും അത് ഗെയിം വിന്നിംഗ് സ്കോർ ആയിരിക്കുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ RCB 196 റൺസ് അടിച്ചു, 7 വിക്കറ്റ് നഷ്ടത്തിൽ. രജത് പട്ടിദാർ എന്ന നായകൻ തന്നെയാണ് മുന്നിൽ നിന്ന് നയിച്ചത്. അദ്ദേഹം 51 റൺസ് അടിച്ചപ്പോൾ ഫിൽ സാൾട്ട് 32 റൺസ് അടിച്ചു. CSKക്ക് വേണ്ടി നൂർ അഹമ്മദ് 3 വിക്കറ്റും പതിരാന 2 വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. CSKയുടെ മറുപടി 146 ഒതുങ്ങി. അതും അവസാനം ധോണി നടത്തിയ വെടിക്കെട്ട് കൊണ്ടാണ് അത് സംഭവിച്ചത്. രവീന്ദ്ര 41 റൺസ് അടിച്ചപ്പോൾ ധോണി 30 റൺസ് അടിച്ചു. ജോഷ് ഹേസൽവുഡ് 21 റൺസിന് 3 വിക്കറ്റ്, ദയാൽ 18 റൺസിന് 2 വിക്കറ്റ്. അങ്ങനെ 50 റൺസിൻ്റെ തകർപ്പൻ ജയം RCB സ്വന്തമാക്കി. ഇനി വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നോക്കുക, ഈ ഒരു മത്സരത്തിനുള്ളൊരു ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ CSKയുടെ സ്പിന്നേഴ്സിനെ എങ്ങനെ RCB കളിക്കും എന്നുള്ളതായിരുന്നു. കാരണം RCBയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ സ്പിന്നേഴ്സിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന രജത് പട്ടിദാറും ജിതേഷ് ശർമ്മയും മാത്രമാണ്. ബാക്കിയുള്ളവരുടെ സ്പിന്നിനെതിരെയുള്ള മികവ് അത്ര നല്ലതല്ല എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലുകൾ എക്സ്പെർട്ടുകളൊക്കെ നടത്തിയിരുന്നു. രവി അശ്വിൻ, ജഡേജ, നൂർ അഹമ്മദ്, ഇവർ 3 പേര് എറിയുന്ന 12 ഓവറുകൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഈ കളിയിൽ RCB ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫാക്ടറായിട്ട് വരാൻ പോകുന്നത് എന്നതായിരുന്നു ചർച്ച. പക്ഷേ നേരെ തിരിഞ്ഞുപോയി. ഈ സ്പിൻ ട്രയോ നടത്തിയ ബൗളിങ്ങിനേക്കാൾ കൂടുതൽ കളി കഴിയുമ്പോൾ ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും നടത്തിയ പേസ് ബൗളിംഗ് ആക്രമണമാണ് ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുഴച്ചു നിന്നത്. 7 ഓവറാണ് രണ്ടുപേരും കൂടി ചെയ്തത്. 41 റൺസിന് അവർ 4 വിക്കറ്റുകൾ വീഴ്ത്തി. അതിൽ നിന്ന് ഒരു തരത്തിലും കരകയറാൻ CSKക്ക് കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് ഈ മത്സരം തീരുമാനമായി പോയത്. RCBയുടെ ബാറ്റേഴ്സ് മികച്ച രൂപത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഈ പിച്ച് കുറച്ചുകൂടി എളുപ്പമാണ് എന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ബോൾ മൂവ് ചെയ്യാൻ കഴിയുന്നു. ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും മികച്ച രൂപത്തിൽ ബോൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ കണ്ടു. ഖലീൽ അഹമ്മദിനും മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു CSKയുടെ ഭാഗത്ത്. പക്ഷേ CSKക്ക് അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ മറ്റൊരു ബൗളർ കൂടി ഇല്ലാതെ പോയി. അപ്പം കളി കൈവിടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ രജത് പട്ടിദാറിൻ്റെ ഇന്നിങ്സ്, അത് വളരെ ഇൻറ്റൻഷനലായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഒരു ക്യാച്ച് 17 ഡ്രോപ്പായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം നടത്തിയ ആക്രമണമാണ് രവി അശ്വിനും രവീന്ദ്ര ജഡേജയും അവരുടെ കോട്ട പൂർത്തിയാക്കാതിരിക്കാനുള്ള കാരണം. അദ്ദേഹം അവിടെ ക്രീസിലുണ്ട് എന്നുള്ളത് കൊണ്ട് മറുഭാഗത്ത്
കോഹ്ലി ഉണ്ടാകുമ്പോൾ പോലും സ്പിന്നേഴ്സിനെ ഉപയോഗപ്പെടുത്താൻ ഒന്ന് ഭയന്നു CSK എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. എന്തായാലും കാര്യത്തിലേക്ക് വന്നാൽ ഫിൽ സാൾട്ടും കിങ് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ബോൾ മൂവ് ചെയ്യുന്നുണ്ട് ഖലീൽ അഹമ്മദിന്. പക്ഷേ അങ്ങനെയുള്ള 2 ബൗളർമാർ അവർക്കില്ലാതെയായിപ്പോയി. ഒരു ബൗളർ കൂടി കൃത്യമായിട്ട് ബോൾ മൂവ് ചെയ്യാൻ കെൽപ്പുള്ള തരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് CSK ആഗ്രഹിച്ചിട്ടുണ്ടാവണം. കാരണം CSK അതിന് പ്രിപ്പയർഡേ ആയിരുന്നില്ല. CSK ഇതൊരു സ്പിൻ പിച്ച് എന്ന രൂപത്തിൽ അപ്രോച്ച് ചെയ്യുന്നു. അതുകൊണ്ട് അശ്വിനെ ഓപ്പൺ ചെയ്യിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അവർ 2ാമത്തെ ഓവർ അശ്വിന് കൊടുക്കുകയും ചെയ്തു. ആ 2ാമത്തെ ഓവറിൽ 16 റൺസാണ് കിട്ടിയത്. അപ്പോൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ നൂറിനെ നേരത്തെ കൊണ്ടുവരാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്തു. ഒരു ഭാഗത്ത് കോഹ്ലി റണ്ണേ ബോൾ കളിക്കാൻ പോലും ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഫിൽ സാൾട്ട് തകർപ്പൻ തുടക്കം അങ്ങ് ഇട്ടുകൊടുത്തു. ആ തകർപ്പൻ തുടക്കമാണ് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ CSKക്ക് പണി പാളിച്ചത്. അവർ പെട്ടെന്ന് തന്നെ ബൗളിംഗ് ചേഞ്ചിലേക്കൊക്കെ പോകുന്നു. സാം കറിനെ കൊണ്ടുവരുന്നു, പിന്നെ നൂറിനെ കൊണ്ടുവരുന്നു. നൂറ് ഒരിക്കൽ കൂടി നൂറും ധോണിയും ചേർന്നുകൊണ്ട് ആ മാജിക് പുറത്തെടുത്തു. 16 പന്തിൽ നിന്ന് 32 റൺസ് അടിച്ച് കുതിച്ചു പാഞ്ഞിരുന്ന ഫിൽ സാൾട്ടിനെ ഒരു ഫ്ലാഷ് സ്റ്റംപിങ്ങിലൂടെ ധോണി പറഞ്ഞു വിടുന്നു. അതൊരു ആശ്വാസമാകും CSKക്ക് എന്ന് തോന്നിയെങ്കിൽ തെറ്റി. ദേവദത്ത് പടിക്കൽ ആ റിലീഫ് അങ്ങ് തടയുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം ജഡേജയ്ക്ക് അനുഭവമില്ലാത്തൊരു പണിയങ്ങ് കൊടുത്തു. അപ്പം 15 റൺസാണ് ആദ്യ ഓവറിൽ ജഡേജയിൽ നിന്ന് പിറന്നത്. CSKക്ക് കാര്യങ്ങൾ അവർ കണക്ക് കൂട്ടിയ പോലെയല്ല പോകുന്നത് എന്നത് വ്യക്തമാവുകയായിരുന്നു. 14 പന്തിൽ നിന്ന് 27 റൺസാണ് ദേവദത്ത് പടിക്കൽ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പുറത്താകുമ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ, അശ്വിൻ അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ വീണ്ടും CSKക്ക് ഉയർന്നിരുന്നെങ്കിൽ അതങ്ങ് തെറ്റിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് പിന്നീട് രജത് പട്ടിദാർ എടുക്കുന്നത്. പട്ടിദാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അധികം സ്പിൻ ബൗളിംഗ് ഉപയോഗിക്കാൻ എന്തായാലും ഒരല്പം മടിച്ചു CSK എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി റണ്ണേ ബോൾ കളിക്കാൻ പോലും സ്ട്രഗിൾ ചെയ്ത വിരാട് കോഹ്ലി പതിരാനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടു. 16 റൺസാണ് അദ്ദേഹത്തിൻ്റെ 2nd ഓവറിൽ പിറന്നത്. അതോടുകൂടി RCB 11 ഓവറുകൾ കഴിയുമ്പോൾ 109 എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അതിനിടയ്ക്ക് രജത് പട്ടിദാറിൻ്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആവുന്നുണ്ട്. രവീന്ദ്ര ജഡേജയുടെ ബോളിൽ ദീപക് ഹൂഡ വളരെ സിമ്പിൾ ക്യാച്ചാണ്, അത് വിട്ട് കളഞ്ഞു. അത് ഈ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം പട്ടിദാറെ ആ സമയത്ത് പിടിച്ചിരുന്നെങ്കിൽ CSKക്ക് അവരുടെ സ്പിന്നേഴ്സിൻ്റെ കോട്ട കംപ്ലീറ്റ് ആക്കാനും പറ്റുമായിരുന്നു. RCBയെ ഒന്ന് CSKയുടെ തന്ത്രങ്ങൾ തന്നെ ഉപയോഗിച്ച് ഒന്ന് വരിഞ്ഞു മുറുക്കാനും പറ്റുമായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് മാത്രമല്ല, തുടർന്നുള്ള 1-2 ഓവറുകളിലായിട്ട് 3 ഹാഫ് ചാൻസുകൾ ഓഫർ ചെയ്യുന്നുണ്ട് പട്ടിദാർ. ഫീൽഡറുടെ മുന്നിൽ വീഴുന്നതും ഡൈവ് ചെയ്തിട്ട് കിട്ടാതാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഹാഫ് ചാൻസുകൾ. ആ ഹാഫ് ചാൻസുകളും മുതലെടുക്കാൻ പറ്റിയില്ല. പട്ടിദാർ ഒരു ഭാഗത്ത് നിന്ന് മഹാമേരു പോലെ അടിച്ചു തകർക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പിന്നെ പട്ടിദാർ അർദ്ധ സെഞ്ചുറി തികക്കുന്ന കാഴ്ച. കോഹ്ലി പുറത്തായിട്ടും പട്ടിദാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ലിയാം ലിവിങ്സ്റ്റൺ അത്ര മികച്ച രൂപത്തിലല്ല പോയത്. അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പെട്ടെന്ന് തന്നെ വീണു. അതോടുകൂടി 16 ഓവറിൽ 145-4 എന്ന നിലയിലാണ് RCB ഉണ്ടായിരുന്നത്. പിന്നീട് വളരെ സ്ട്രോങ് ആയിട്ട് RCB കളി എൻഡ് ചെയ്യുന്നൊരു കാഴ്ച. ജിതേഷ് ശർമ്മ വന്ന് ഒരു 6 അടിച്ചു. അതൊരു മനോഹരമായ ഷോട്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അധികം നിൽക്കാൻ പറ്റിയില്ല. പട്ടിദാർ ആ ഒരു ഘട്ടത്തിൽ പതിരാനയുടെ സ്ലോ ബോൾ പിക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം 6 അടിക്കുന്നു. അങ്ങനെ മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം അവസാനം ടിം ഡേവിഡിൻ്റെ ഒരു ആഞ്ഞടിക്കൽ. പതിരാന മനോഹരമായിട്ട് പന്തെറിഞ്ഞു അവസാന ഘട്ടത്തിൽ. എന്നാൽ പോലും ടിം ഡേവിഡ് അവസാനം സാം കറിന് കൊടുത്ത പണി കൂടി വന്നപ്പോൾ 196 എന്ന വലിയ സ്കോറിലേക്ക് RCB എത്തപ്പെടുകയായിരുന്നു. എന്നാൽ തിരിച്ചടിക്കാനുള്ള CSKയുടെ ശ്രമമോ ഒന്നുമായില്ല. തുടക്കത്തിലെ പണിയും കൊടുത്തു. ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും വളരെ കൃത്യമായിട്ട് പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് അവർ പന്തെറിഞ്ഞു. ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, അൺഈവൻ ബൗൺസും ഉണ്ടായിരുന്നു. ഭുവനേശ്വർ കുമാർ കൃത്യമായിട്ടൊരു 6 to 8 മീറ്റർ ലെങ്ത്തിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം ബോൾ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചു, സ്വിങ്ങിന് വേണ്ടി ശ്രമിച്ചു. മറുഭാഗത്ത് ഹേസൽവുഡ് അൺഈവൻ ബൗൺസും സീമുമാണ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അതിൽ വീണുപോയി ശരിക്കും CSK. ഹേസൽവുഡ് രാഹുൽ ത്രിപാഠിയെ പറഞ്ഞു വിടുന്നു, രുദ്രാജ് ഗെയ്ക്വാദിനെ പറഞ്ഞു വിടുന്നു. അതോടുകൂടി CSKയുടെ ചേസ് വല്ലാതെ പരിങ്ങലാവുകയും ചെയ്യുന്നു.
ഭുവനേശ്വർ കുമാർ കൂടെ പറഞ്ഞു വിട്ടുകൊണ്ട് തൻ്റെ 73ാമത്തെ പവർ പ്ലേ വിക്കറ്റും വീഴ്ത്തി. പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? ഒരു തരത്തിലും വിജയത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു CSK ബാറ്റർമാരെയാണ്. RCBയുടെ സ്പിന്നർമാർ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. രജിൻ രവീന്ദ്രക്കും ശിവൻ ദ്യൂബക്കും അടിക്കാനുള്ള അവസരം അവർ കൊടുത്തില്ല. അതോടുകൂടി ആസ്കിംഗ് റേറ്റ് കുത്തര ഉയർന്നു. പിന്നെ അവരുടെ ചേസിങ്ങിൻ്റെ ഒരു പകുതിയിലധികം സമയത്തും കളി ജയിക്കില്ല എന്ന് ഉറപ്പായിക്കൊണ്ട് തന്നെയാണ് പോയത്. ധോണി 9ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. ഈവൻ ജഡേജയും അശ്വിനും ഒക്കെ കഴിഞ്ഞിട്ടാണ് ധോണി വന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ 2ാം തവണ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ധോണി ഇറങ്ങുമ്പോൾ അപ്പോഴും 4.4 ഓവറുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് അവസാനം 16 പന്തിൽ നിന്ന് ഒരു 30 റൺസ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് കളി തോറ്റതിന് ശേഷം അടിച്ചിട്ട് എന്ത് എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നോക്കൗട്ട് ടൂർണമെൻ്റ് അല്ല, ഇത് ലീഗാണ്. അതുകൊണ്ട് നെറ്റ് റൺ റേറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അത് RCBയുടെ ആരാധകരെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ തവണ RCB എങ്ങനെയാണ് ഈ ഒരു പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തത്? ആ നെറ്റ് റൺ റേറ്റിൽ തന്നെയാണ്. സോ നെറ്റ് റൺ റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ധോണിയുടെ ആ ഒരു പ്രകടനം ഒന്നിനും കൊള്ളാത്തതാണ്, ഒരു വിലയും ഇല്ലാത്തതാണ് എന്ന് വിലയിരുത്തുന്നത് മണ്ടത്തരമായി പോകും. കാരണം ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ കൗണ്ട് ചെയ്യും. പ്രത്യേകിച്ച് ആ പ്ലേ ഓഫൊക്കെ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്തായാലും CSKയെ RCB ചപ്പൂക്കിലിട്ട് തീർത്തിരിക്കുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് സ്കോർ കാർഡിലൂടെ പോയി കാര്യം അവസാനിപ്പിക്കുകയാണ്. ഫിൽസാൾട്ട് കിടിലൻ തുടക്കമിട്ടു. 16 പന്തിൽ നിന്ന് 32 റൺസ്. വിരാട് കോഹ്ലി 30 പന്തുകളിൽ നിന്ന് 31 റൺസാണ് അടിക്കുന്നത്. അതിനിടയ്ക്ക് ദേവദത്ത് പടിക്കൽ 14 പന്തിൽ നിന്ന് 27 റൺസ് എടുത്ത് മടങ്ങി. രജത് പട്ടീദാർ ഒരു ഭാഗത്ത് നിൽക്കവേ ലിയാം ലിവിങ്സ്റ്റൺ 10 റൺസ് മാത്രമാണ് സംഭാവന ചെയ്തത്. ജിതേഷ് ശർമ്മ 12 റൺസുമായിട്ട് മടങ്ങി. എന്നാൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയതിനു ശേഷം തൻ്റെ ഇൻറ്റൻഷൻ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കിയ രജത് പട്ടീദാർ 32 പന്തിൽ നിന്ന് 4 ഫോറും 3 സിക്സറും അടക്കം 51 റൺസിൻ്റെ തകർപ്പൻ ഇന്നിങ്സ് കളിച്ചു. അദ്ദേഹം ടീമിൻ്റെ ടോപ്പ് സ്കോററായി, ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. ടിം ഡേവിഡ് 8 പന്തിൽ നിന്ന് 1 ഫോറും 3 സിക്സും അടക്കം 22 റൺസ് സംഭാവന ചെയ്തു. അങ്ങനെ 196-7 എന്ന രൂപത്തിലാണ് 20 ഓവർ പൂർത്തിയാകുമ്പോൾ RCB എത്തി നിന്നത്. CSKയ്ക്ക് വേണ്ടി നൂർ അഹമ്മദ് ഒരിക്കൽ കൂടി മികച്ച പ്രകടനം. 4 ഓവറിൽ 36 റൺസിന് 3 വിക്കറ്റ്. പതിരാന 4 ഓവറിൽ 36 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രവി അശ്വിൻ 2 ഓവറേ എറിഞ്ഞുള്ളൂ. 2 ഓവറിൽ 22 റൺസിന് 1 വിക്കറ്റ്. രവീന്ദ്ര ജഡേജ 3 ഓവറേ എറിഞ്ഞുള്ളൂ. 3 ഓവറിൽ 37 റൺസ്. വിക്കറ്റുകളില്ല. അവിടെയാണ് CSKയ്ക്ക് യഥാർത്ഥത്തിൽ പണി പാളിയിരിക്കുന്നത്. ആ 2 സ്പിൻ ഡിയോസിന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റാതിരിക്കാൻ കാരണം രജത് പട്ടീദാറിൻ്റെ സാന്നിധ്യം തന്നെയാണ്. മറുപടി ബാറ്റിങ്ങിൽ രജിൻ രവീന്ദ്രയും രാഹുൽ ത്രിപാഠിയും ചേർന്നുള്ള ഓപ്പണിങ്. തുടക്കത്തിലെ രാഹുൽ ത്രിപാഠിയെ മടക്കിക്കൊണ്ട് ഹേസൽവുഡ് കളി അനുകൂലമാക്കി എടുക്കുന്നു. RCBക്ക് തൊട്ടു പിന്നാലെ രുദ്രാജ് ഗെയ്ക്വാദിനെയും ഹേസൽവുഡ് മടക്കുന്നു. കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തിയ ഗെയ്ക്വാദ് ഡെക്കായിട്ടാണ് മടങ്ങിയത്. രവീന്ദ്ര ഒരു ഭാഗത്ത് നിന്നെങ്കിലും മറുഭാഗത്ത് വന്നവർ വളരെ പെട്ടെന്ന് മടങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു. ദീപക് ഹൂഡ 4 റൺസുമായിട്ട് പോയി. സാം കറൻ 8 റൺസുമായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച. അപ്പോൾ 52-ന് 4 എന്ന രൂപത്തിലേക്ക് എത്തിയിരുന്നു. രജിൻ രവീന്ദ്രയും ഒടുവിൽ വീഴുന്നു. 31 പന്തിൽ 41 റൺസ് എടുത്ത് അദ്ദേഹത്തെ ദയാലാണ് മടക്കി വിട്ടത്. ശിവൻ ദ്യൂബെ 19 റൺസാണ് 15 പന്തിൽ നിന്ന് അടിച്ചത്. ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വന്നു. രവീന്ദ്ര ജഡേജ 19 പന്തിൽ നിന്ന് 25 റൺസ്. രവി അശ്വിൻ 8 പന്തിൽ നിന്ന് 11 റൺസ്. MSD അവസാനം 16 പന്തിൽ നിന്ന് 3 ഫോറും 2 സിക്സറും അടിച്ചതുകൊണ്ടാണ് ഈ പരാജയം ഇതിനേക്കാൾ വലുതാവാതെ CSKയെ രക്ഷപ്പെടുത്തിയത്. എന്നിട്ടും അതൊരു വമ്പൻ പരാജയമാണ്. 50 റൺസിൻ്റെ ചരിത്രത്തിൽ ചെപ്പോക്കിൽ CSK വഴങ്ങുന്ന ഏറ്റവും വലിയ പരാജയമാണ് അവിടെ സംഭവിച്ചത്. ഏതായാലും RCBയുടെ ബൗളർമാർ കൈയടിക്കണം. പേസ് ബൗളർമാർ മികച്ച പ്രകടനം. 3 ഓവറിൽ 20 റൺസിന് 1 വിക്കറ്റ് ഭുവനേശ്വർ കുമാർ. 4 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റ് ജോഷ് ഹേസൽവുഡ്. 3 ഓവറിൽ 18 റൺസിന് 2 വിക്കറ്റ് ഈ ആഷ് ദയാൽ. സ്പിൻ ബൗളർമാരിൽ ലിയാം ലിവിങ്സ്റ്റൺ മിന്നിക്കത്തി. 4 ഓവറിൽ 28 റൺസിന് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. ഏതായാലും കളി അക്ഷരാർത്ഥത്തിൽ CSKയുടെ പ്ലാനുകളൊക്കെ പൊളിച്ചുകൊണ്ട് മികച്ച രൂപത്തിൽ RCB വിജയിച്ചു കയറി. വലിയ പ്രതീക്ഷയാണ് ഇത്തവണ RCBയുടെ ആരാധകർക്കുള്ളത്. ആദ്യത്തെ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് തകർപ്പൻ തുടക്കം ഇടുകയും ചെയ്തിരിക്കുന്നു. ഇതവണയെങ്കിലും ആ കിരീടം എന്നുള്ള സ്വപ്നം അതൊന്നുകൂടി ഇപ്പോൾ ജ്വലിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എത്താം.